ദുബായിൽ ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല വെതറാണ്. വീക്കെൻഡും നാഷണൽ ഡേയും ഒരുമിച്ച് വന്നതുകൊണ്ട് 4 ഡേയ്സ് നമുക്ക് ലീവ് കിട്ടി. സോ നമുക്കൊന്ന് ക്യാമ്പിങ്ങിന് പോയാലോ? അങ്ങനെ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിന് വേണ്ടി നമ്മൾ പോയി ഗ്രില്ലും കോളും ഹമൂസും കുബൂസും ചിക്കനൊക്കെ വാങ്ങി. ചിക്കൻ ഞാൻ മോർണിംഗിൽ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത്. ദുബായ് ലവ് ലേക്കിലേക്കാണ് ക്യാമ്പിങ്ങിന് വേണ്ടി പോയത്. സോ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയത് അൽകുദ്രയിലാണ്. ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോയത്. നല്ല അടിപൊളി വൈബായിരുന്നു. മ്യൂസിക്കും ഗെയിംസും അന്താക്ഷരിയൊക്കെ കളിച്ചിട്ട് നല്ലൊരു നൈറ്റായിരുന്നു. പക്ഷേ ഈ വർഷം ഞങ്ങളുടെ ഫസ്റ്റ് ക്യാമ്പിങ്ങാണ്. ഫാമിലിയോ ഫ്രണ്ട്സോ ആരുമില്ല. അവിടെ എത്തിയതൊരു ഈവനിങ് ടൈമിലായിരുന്നു. നല്ല അടിപൊളി ഒരു സൺസെറ്റൊക്കെ കാണാൻ പറ്റി. ഒരു ജ്യൂസും സ്നാക്കൊക്കെ കഴിച്ച് ഞങ്ങളുടെ ക്യാമ്പിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും മിസ്റ്റർ ഹസ്ബൻഡും ബോയ്സും ഫുൾ ഓണിലായിരുന്നു. നല്ല തണുത്ത വെതറിൽ ചൂട് മാഗിയൊക്കെ റെഡിയാക്കി അത് കഴിച്ച് അപ്പോഴേക്കും അവർ ഗ്രില്ലിനുള്ള കോളൊക്കെ സെറ്റാക്കി. അതിനിടയിൽ നമ്മളൊരു കബാബൊക്കെ റെഡിയാക്കി കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്ക് ഗ്രില്ലിനുള്ള കനലൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ വെച്ച് കണ്ട് അങ്ങനെ ഗ്രില്ല് റെഡിയാക്കി. നല്ല തണുപ്പായതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം നടന്ന് തിരിച്ചു പോരാന്ന് വെച്ചു. പക്ഷേ അത് ബോയ്സിന് ഒട്ടും ഇഷ്ടമായിട്ടില്ല. പിന്നെ ഒരിക്കലും ഒന്നുകൂടി വരാമെന്നുള്ള ഉറപ്പിൽ അങ്ങനെ ലവ് ലേക്കിനോട് ബൈ പറഞ്ഞു.